നൈനാ ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വിവാഹ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അവിടെ മാധ്യമങ്ങളുടെ ഒരു വലിയ സംഘം തന്നെ ഉണ്ട്. കാരണം ഈ വാർത്ത അറിഞ്ഞതു മുതൽ തന്നെ ഇവരുടെ പ്രതികരണത്തിനായി ശ്രമിക്കുകയാണ് മാധ്യമപ്രവർത്തകർ. അവിടെ ഇപ്പോൾ അവിടെ കാണുന്നു. ആ ചടങ്ങിന് ശേഷം കൃത്യമായി അവരുടെ നിലപാടുകളൊക്കെ പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM-ന്റെ നേതാക്കളെല്ലാം തന്നെ ഈ ചടങ്ങിൽ വിവാഹത്തിന് പങ്കെടുക്കാനായി അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബം വിവാഹത്തിന്, ഈ ബന്ധത്തിന് എതിർപ്പ് അറിയിച്ചതോടുകൂടി തന്നെയാണ് കേരളത്തിൽ മാത്രമായിരിക്കും എനിക്ക് സുരക്ഷ ഉണ്ടാവുക എന്ന രീതിയിൽ മൊണാലിസ ഭോസ്ലെ ചിന്തിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. മറ്റ് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും തനിക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകാം എന്ന് തോന്നിയതുകൊണ്ടാണ് കേരളത്തിലേക്ക് വന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി, തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കൃത്യമായി കാര്യങ്ങൾ പോലീസിനെ ധരിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കല്യാണം അല്ലെങ്കിൽ വിവാഹം ഇന്ന് തന്നെ നടത്താമെന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. അതിന് എല്ലാ പിന്തുണയും അവിടുത്തെ പൗരസമൂഹം നൽകി എന്നുള്ളതാണ്. അതിലിപ്പോൾ CPM കൂടി ഇടപെടുന്നു. CPM കൂടി അതിന് എല്ലാ പിന്തുണയുമായി അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു സാധാരണ വിവാഹമായിട്ടല്ല കാണുന്നത്. കാരണം കേരളത്തിനെ കുറിച്ച് വെറുതെ അനാവശ്യ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ എന്ന് ഓരോരുത്തരും പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പ്രത്യേകമായ ഒരു അവകാശവാദങ്ങളൊന്നും നമുക്ക് വേണ്ട, ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലുള്ള 2 പേർ അവർ മലയാളികളല്ല, അവർ കേരളത്തിന് പുറത്തുള്ള 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. ഫർമാൻ ഖാൻ ആണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നും, മൊണാലിസ ഭോസ്ലെ മധ്യപ്രദേശുകാരിയുമാണ്. ഇവർ 2 പേരുമാണ് പ്രണയത്തിലായത്. അവർക്ക് വിവാഹം നടത്താൻ അവർക്ക് കേരളത്തിലേക്ക് എത്തേണ്ടി വന്നു. നിലവിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ രണ്ട് വിശ്വാസം, അതിന്റെ ഭാഗമായി വീട്ടുകാരിൽ നിന്നുണ്ടായ എതിർപ്പ്, അതിൽ കേരളത്തിൽ വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നവർ ചിന്തിക്കുന്ന ഇതിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ മറ്റൊന്നും പറയാതെ തന്നെ ഇതാണ് യഥാർത്ഥ കേരളം എന്ന് ലോകത്തോട് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണിക്കാൻ കഴിയുന്ന സംഭവമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ചടങ്ങുകൾ നന്നായി പൂർത്തീകരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാം. ഫർമാൻ ഖാനെയും ഒപ്പം മൊണാലിസ ഭോസ്ലെയും കാണാം. അവർ കൃത്യമായി ഈ നിലപാടുകൾ നേരത്തെ പോലീസിനെ അടക്കം അറിയിച്ചു എന്നാണ്. ഇവിടെ തമ്പാനൂരിലെത്തി ഈ കാര്യങ്ങൾ പറയാൻ കാരണം മറ്റ് രാജ്യത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലൊരു സ്വീകാര്യത ഉണ്ടാവില്ല, എതിർപ്പുകൾ ഉണ്ടാകും എന്ന് മൊണാലിസ തന്നെ പോലീസിനെ അടക്കം ബോധ്യപ്പെടുത്തിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? പ്രതിന് ഉറപ്പായിട്ടും ഇപ്പോൾ നമുക്ക് കാണുന്നത് അരുമാനൂർ നൈനാർ ദേവക്ഷേത്രത്തിൽ ഇപ്പോൾ ആ ചടങ്ങുകൾ നടക്കുകയാണ്. ഈ ക്ഷേത്രവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ്. അവിടെ അങ്ങനെ ഒരു നവോത്ഥാന സാമൂഹിക പ്രാധാന്യം കൂടി ആ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്ഷേത്രത്തിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2 വിശ്വാസങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന, അതല്ലെങ്കിൽ 2 സംസ്ഥാനത്തുള്ള, അതായത് മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായിട്ടുള്ള മൊണാലിസ ഭോസ്ലെയും അതേപോലെ മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഫർമാൻ ഖാനും വിവാഹിതരാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള കഥകളടക്കം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയായി മാറുകയാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതൊരു പക്ഷേ നമ്മളുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സമയമായി കൂടി നമുക്കിതിനെ അടയാളപ്പെടുത്താൻ കഴിയും. കാരണം കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തെക്കുറിച്ച് പലതരത്തിലുള്ള നമുക്കില്ലാ കഥകളടക്കമുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ പ്രചരിപ്പിച്ച ഒരു സമയം കൂടിയുണ്ട്. ആ സമയത്തിന് ശേഷമാണ് ഇങ്ങനെ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് 2 വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള 2 മനുഷ്യർ പ്രണയത്തിന്റെ പേരിൽ അവർക്ക് ചില വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ആ വേദനകൾ കേരളത്തിൽ വെച്ച് അവർക്ക് അതിന് പരിഹാരം കാണുകയാണ്, അത് പൊറുക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് മൊണാലിസ ഭോസ്ലെ കേരളത്തിലേക്ക് എത്തിയത്. അവിടെ സിനിമാ ചിത്രീകരണം നടക്കുന്നതിനിടയിലാണ് പിതാവുമായി വീണ്ടും ചില പ്രശ്നങ്ങളും, അതായത് ഈ ഫർമാൻ ഖാനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോഴാണ് അവർ ട്രെയിൻ മാർഗം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ശേഷം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് അവർ അഭയം തേടിയത്. അവിടെ വെച്ച് പിതാവിൽ നിന്ന് സംരക്ഷണം തരണം, മാത്രവുമല്ല ഒരുമിച്ച് ജീവിക്കാൻ, നിയമപരമായി അവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ല, ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് അനുമതി നൽകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇവർക്ക് നിയമസഹായവും അതേപോലെ തുടർന്നുള്ള നിയമപരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിൽ വെച്ച് അവർ വിവാഹിതരാവുകയാണ്. വിവാഹത്തിന് തൊട്ടു മുൻപ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളിൽ തൊഴുതു. ഫർമാൻ ഖാനും അതേപോലെ മൊണാലിസ ഭോസ്ലെയും തൊഴുതു. അതിനുശേഷം അവർ ഈ വിവാഹം നടത്തേണ്ട പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുടെ മുൻപിലേക്ക് വരികയാണ്. അരുമാനൂർ നൈനാർ ക്ഷേത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ്. നമ്മുടെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ഭാഗങ്ങൾ അത്രയും നമുക്കറിയാം. എന്തായാലും അവരുടെ പ്രതികരണത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വളരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.